നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയെ ഉപദ്രവിച്ച മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്ത സംഭവത്തിൽ 4 സംഘം പിടിയിൽ. മുഖത്ത് പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങിയ അവശനായ തെരുവ് നായക രക്ഷകനായി സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ. അന്താരാഷ്ട്ര നഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് സൗഹൃദ ഫൗണ്ടേഷൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരെ അനുമോദിച്ചു. കയ്പമംഗലത്തെ വ്യാപാരി കുഴഞ്ഞു വീണ് മരിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയെ ഉപദ്രവിച്ച മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്ത സംഭവത്തിൽ 4 സംഘം പിടിയിൽ. പത്തനാപുരം ചവർക്കുന്ന് സ്വദേശിയായ ഷാഫി, വടൂക്കര സ്വദേശികളായ ഏറത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ്, ഷാജഹാൻ, കുറ്റിപ്പുറം കാലടി സ്വദേശി കറുത്തെടുത്ത് വീട്ടിൽ ഷെമീർ എന്നിവരെയാണ് ടൗൺ ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. ഏപ്രിൽ 29-ന് ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയെ ദേഹോപദ്രവം ചെയ്ത് മൊബൈൽ ഫോണും 4500 രൂപയും കവർച്ച ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുഖത്ത് പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങിയ അവശനായ തെരുവ് നായക രക്ഷകനായി സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ. ദിവസങ്ങളായി പാത്രം തലയിൽ കുടുങ്ങി അലഞ്ഞു തിരിയുകയായിരുന്ന നായയെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പിടികൂടി മുഖത്തെ പാത്രം മുറിച്ചു മാറ്റിയത്. പ്ലാസ്റ്റിക് പാത്രം നീക്കം ചെയ്തതോടെ ദിവസങ്ങളായി ശ്വാസം എടുക്കാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടിയ നായ സുരക്ഷിതമായി മടങ്ങി. കയ്പമംഗലത്തെ വ്യാപാരി കുഴഞ്ഞു വീണ് മരിച്ചു. കയ്പമംഗലം കാക്കാത്തുരുത്തി പള്ളിവളവിൽ NKV ട്രേഡേഴ്സ് എന്ന ഹാർഡ്വെയർ ഷോപ്പ് ഉടമ പടിയൂർ സ്വദേശി നമ്പി പുന്നിലത്ത് വീട്ടിൽ 60 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8 മണിയോടെ കാക്കാത്തുരുത്തി പള്ളിവളവിലെ കടയ്ക്ക് മുന്നിലാണ് ഇദ്ദേഹം കുഴഞ്ഞു വീണത്. കടയിൽ നിന്നും പുറത്തുപോയി സ്കൂട്ടറിൽ മടങ്ങി വരികയായിരുന്ന ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 5 വർഷത്തോളമായി കാക്കാത്തുരുത്തി പള്ളിവളവിൽ വ്യാപാര സ്ഥാപനം നടത്തി വരികയായിരുന്നു ഇദ്ദേഹം. അന്താരാഷ്ട്ര നഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് സൗഹൃദ ഫൗണ്ടേഷൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരെ അനുമോദിച്ചു. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സീനിയർ സിസ്റ്റർ സ്മൃതി സണ്ണിയെ ഷാൾ അണിയിച്ച് സൗഹൃദ ഫൗണ്ടേഷൻ ചെയർമാൻ ആൻഡോ തുറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാബു വടകൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ മിനിത്തമ്പി, ട്രഷറർ ജോഷി ആലപ്പാട്ട്, നഴ്സുമാരായ ശ്രീദേവി, MN ആദിത്യൻ എന്നിവർ പ്രസംഗിച്ചു. മധുര വിതരണവും നടത്തി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനക്കളരിയുടെ ഭാഗമായി കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ സംഗീത കളരി സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. സംഗീത അധ്യാപിക ചന്ദ്രമതി വിദ്യാധരൻ ക്ലാസ് നയിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KA കൊച്ചുമോൻ, TN അജയകുമാർ, സതീഷ് കുമാർ വിശാഖപട്ടണം, MM പ്രതാപൻ, KK കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. SNDP യോഗം കയ്പമംഗലം ബീച്ച് ശാഖ കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം മെമ്പർ പ്രജിത മനോജ്, കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ഒപ്റ്റോമെട്രിസ്റ്റ് MS അതുൽ കൃഷ്ണ, കൗൺസിലർമാരായ KP വിഷ്ണു, P ആദർശ്, ശാഖാ സെക്രട്ടറി KV രമേശ്, വൈസ് പ്രസിഡന്റ് PV അനിൽ,
വനിതാ സംഘം പ്രസിഡന്റ് റീന അനിൽ എന്നിവർ സംസാരിച്ചു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് വൻ ഭക്തജന പ്രവാഹം. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥകേന്ദ്രത്തിലേക്ക് തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ആൻഡ്രൂസ് പുത്തൻവീട്ടിൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും നടന്നു. 100,000-ഓളം പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കിയിരുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് നീരാട്ടുകുഴി റോഡിനോട് ചേർന്നുള്ള കൈത്തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ. വെള്ളിക്കുളം വലിയ തോട്ടിലേക്ക് ഒഴുകുന്ന കൈത്തോട്ടിലാണ് സാമൂഹിക വിരുദ്ധർ സെപ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത്. വീടുകൾക്ക് സമീപത്ത് കൂടി ഒഴുകുന്ന തോട്ടിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. ദുർഗന്ധം മൂലം മൂക്കുപൊത്തി കഴിയേണ്ട ഗതികേടിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ പോലീസിനെയും വിവരമറിയിച്ചതായി സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ അറിയിച്ചു. ഗുരുവായൂർ അരിയന്നൂരിലെ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവത്തിൽ 8 പവൻ തിരികെ നൽകി മാപ്പപേക്ഷയുമായി മോഷ്ടാവ് കേസ് പിൻവലിക്കണം എന്നും മോഷ്ടാവ് അഭ്യർത്ഥിക്കുന്നു. അരിയന്നൂർ പോക്കാക്കില്ലത്ത് ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീടിന്റെ പുറകുവശത്തു നിന്നാണ് സ്വർണ്ണാഭരണങ്ങളും ഒപ്പം മാപ്പെഴുതിയ കത്തും ലഭിച്ചത്. മോഷ്ടിച്ച 10 പവനിൽ 2 പവൻ ഇതിനോടകം വിറ്റതായും ബാക്കി 8 പവൻ തിരികെ നൽകുന്നതായുമാണ് കത്തിൽ പറയുന്നത്. മാപ്പ് സ്വീകരിച്ച് മോഷണക്കേസ് പിൻവലിക്കണമെന്നും മോഷ്ടാവ് കത്തിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. പോലീസ് എത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മോഷ്ടാവിന് മാനസാന്തരം ഉണ്ടായത്. മോഷ്ടാവിന്റെ മുഖം CCTVയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ താൻ ഉടൻ പിടിയിലാകുമെന്ന് ഭയന്നാണ് സ്വർണം തിരികെ നൽകിയെന്നാണ് കരുതുന്നത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്വർണ്ണാഭരണങ്ങളും കത്തും കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. മോഷ്ടാവിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊടുങ്ങല്ലൂരിൽ ചുമട്ടുതൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലൂറ്റ് ഫയർ സ്റ്റേഷൻ റോഡിൽ താമസിക്കുന്ന 63 വയസ്സുള്ള കോറോംപറമ്പിൽ വാസുദേവനാണ് മരിച്ചത്. കാണാതായതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ നടത്തിയ തെരച്ചിലിലാണ് വടാക്കുളം ഊഴവത്ത് അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള പുരയിടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. പടാക്കുളം സെന്ററിലെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളിയാണ്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം നൽകുന്നത് ഔദാര്യമായി ഉദ്യോഗസ്ഥർ കാണരുതെന്നും അത് ജനങ്ങളുടെ അവകാശമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം നൽകുന്നത് ഔദാര്യമായി ഉദ്യോഗസ്ഥർ കാണരുതെന്നും അത് ജനങ്ങളുടെ അവകാശമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷണർ സംഘടിപ്പിച്ച വിവരാവകാശ ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. അപേക്ഷകരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതും വ്യക്തമായി മറുപടി നൽകാതിരിക്കുന്നതും നിയമത്തിനെതിരാണ്. ഇത്തരം പ്രവർത്തികൾക്കെതിരെ കമ്മീഷൻ കർശന നടപടികൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥരും അപേക്ഷകരും വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിയാകണം പെരുമാറേണ്ടത്. അപേക്ഷ ലഭിച്ചാൽ വിവരങ്ങൾ കൃത്യതയോടെ സമയബന്ധിതമായി കൈമാറാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും അപേക്ഷകർ ഓഫീസ് പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണവും ദൈർഘ്യമേറിയതും അവ്യക്തവുമായ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു. സുതാര്യതയാണ് വിവരാവകാശ നിയമത്തിന്റെ അടിത്തറ. അഴിമതിരഹിതവും ഉത്തരവാദിത്ത ബോധവുമുള്ള സംഭരണമാണ് വിവരാവകാശത്തിന്റെ ലക്ഷ്യം. വിവരാവകാശ നിയമം പാസാക്കിയിട്ട് 20 വർഷങ്ങൾ പിന്നിട്ടിട്ടും വിവരാവകാശങ്ങൾ കൈമാറാൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നതുകൊണ്ടാണ് കമ്മീഷനിൽ അപ്പീലുകൾ വർദ്ധിക്കുന്നതെന്നും എല്ലാം സുതാര്യമാണെങ്കിൽ വിവരാവകാശ നിയമത്തെ ഭയക്കേണ്ടതില്ലെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു. ഹിയറിംഗിൽ ഹാജരാകാത്ത ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാവാനായി സമൻസ് അയക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. 20 കേസുകളാണ് ഹിയറിംഗിൽ പരിഗണിച്ചത്. 18 കേസുകൾ തീർപ്പാക്കി. 2 കേസുകളിൽ എതിർകക്ഷികൾ ഹാജരാവാതിരുന്നതിനാൽ ഹിയറിംഗ് മാറ്റിവെച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയെ ഉപദ്രവിച്ച മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്ത സംഭവത്തിൽ 4-അംഗ സംഘം പിടിയിൽ. മുഖത്ത് പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങി അവശനായ തെരുവ് നായക രക്ഷകനായി സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ. അന്താരാഷ്ട്ര നഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് സൗഹൃദ ഫൗണ്ടേഷൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരെ അനുമോദിച്ചു.
കയ്പമംഗലത്തെ വ്യാപാരി കുഴഞ്ഞു വീണ് മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.